സത്യത്തിൽ ഈ ശിക്ഷ മതിയായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും ഇതൊരു ചോദ്യചിഹ്നമല്ലേ? ഈ ശിക്ഷയാണോ ഇത്രയും ക്രൂരമായി കൊല ചെയ്യേണ്ട പ്രതിക്ക് കിട്ടേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റിയൊന്നും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഈ ഒരു ഡോക്ടറെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വന്ദനാദാസ് ഡോക്ടറാണ്. 3 വർഷം മുൻപ് ഈ ഡോക്ടറെ അവർ പരിശോധിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് കയറിയിട്ട് ഒരു അധ്യാപകൻ, സന്ദീപ് എന്ന പേരുള്ള ഒരു അധ്യാപകൻ മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ അതിക്രൂരമായിട്ട് വെട്ടിക്കൊന്നു. ഇന്ന് ആ മനുഷ്യനിക്കുള്ള ശിക്ഷ കോടതി വിധിച്ചു, ജീവപര്യന്തം. ആ വിധി കേട്ടിട്ട് ഈ ഒരു വന്ദനാദാസിൻ്റെ അമ്മയുടെ സംസാരം ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ നമ്മുടെ കോടതിയുടെ ശിക്ഷയൊക്കെ അത് ഒരു കുറ്റവാളിക്ക് കൊടുക്കുന്ന ശിക്ഷ ഈ രീതിയിലാണോ എന്നുള്ളതാണ്. ആ അമ്മ പറയാണ്, 10-27 കുത്താണ് എൻ്റെ മോളെ മേത്തേറ്റത്. അതുപോലെ പെടഞ്ഞിട്ട് അവനും ചാവണ്ടേ? അവനക്ക് ജീവപര്യന്തം മാത്രം കൊടുത്താൽ പോരല്ലോ, അവൻ അതുപോലെ കിടന്ന് പെടയണ്ടേ? ഒരു കയ്യും ഒരു കാലും അതിൻ്റെ മാംസം അടക്കം കണ്ട് അടർന്നു പോയിരുന്നു. ആ വേദന ഇവനും അനുഭവിക്കണ്ടേ? ആ ഒരു പ്രതിയുടെ കയ്യിൽ കിടന്ന് പെടയായിരുന്നു എൻ്റെ മോള്. ഒരാളും രക്ഷിക്കാൻ വന്നില്ല. അതിൻ്റെ മോൾ അനുഭവിച്ചൊരു വേദന ഇവനും അനുഭവിക്കണ്ടേ? ഇന്ന് കൊല്ലം അഡീഷണൽ കോടതി ഇവനക്ക് കൊടുത്തൊരു ശിക്ഷ, ഇവനക്ക് ജീവപര്യന്തം തടവാണ്. 30 വർഷം തടവ് വേറെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ജീവപര്യന്തം. എന്താണെങ്കിലും ജയിലിൽ കിടന്നിട്ട് എനിക്ക് എന്താ പരിപാടി? നല്ല ജോലി ചെയ്യുക, നല്ല കാശ് സമ്പാദിക്കുക. ഇവനിപ്പോൾ അവിടെ പഠിച്ചിട്ട് ഭയങ്കര വലിയ ആളൊക്കെ അയക്കണം, ഭയങ്കര അധ്യാപകൻ, പോണ കോലം നല്ല ആൾ ഡീസൻറ്റ്. അപ്പോൾ ഇത്തരക്കാരെ നമ്മുടെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റി വലിയ വലിയ നിലയിലാക്കണോ? അതോ ഈ വന്ദനാദാസ് എന്ന പേരുള്ള ആ പെൺകുട്ടി അനുഭവിച്ച വേദന ഇവർക്ക് കൊടുക്കണോ? ഏതാണ് നീതി? ഈ അമ്മയുടെ വാക്കുകളൊന്ന് കേട്ടോക്ക്. അതെ അതെ, വിവാഹം വരെ ഉറപ്പിച്ചിരുന്ന ഒരു സമയമായിരുന്നു. വിവാഹ വസ്ത്രത്തിന്റെ കളർ വരെ എന്റെ മകള് തീരുമാനിച്ചിരുന്ന ഒരവസരത്തിലാണ്. ചെറിയൊരാശ്വാസം. സത്യത്തിൽ 2 വർഷവും 10 മാസവും 11 ദിവസവുമായിട്ട് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും അവളുടെ അച്ഛനുമാണ്. ഞങ്ങൾ അനാഥരായി. ആരൊക്കെ ഉണ്ടെന്നും പറഞ്ഞാലും ഞങ്ങളുടെ മകൾ ഞങ്ങളോടൊപ്പം ഉള്ള അത്രയും വരില്ല. ഇപ്പൊ സത്യത്തില് ഈ ശിക്ഷ മതിയായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും ഇതൊരു ചോദ്യചിഹ്നമല്ലേ? ഈ ശിക്ഷയാണോ ഇത്രയും ക്രൂരമായി കൊല ചെയ്യേണ്ട പ്രതിക്ക് കിട്ടേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റിയൊന്നും. മരണം വരെയും സത്യത്തിൽ ശിക്ഷ അനുഭവിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്, അല്ലേ? പിന്നെ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അപ്പോൾ പലരും പ്രതീക്ഷിച്ചിരുന്നത്, കുടുംബം കൂടെ ആഗ്രഹിച്ചിരുന്നവർ ഒരു പക്ഷേ വധശിക്ഷ എന്നുള്ളൊരു കാര്യത്തിൽ പോകുമെന്നുള്ളതായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഇല്ല ഇല്ല, നീതിയെ പറ്റിയോ നിയമത്തെ പറ്റിയോ ഒന്നും അറിഞ്ഞുകൂടാത്ത ഞങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാനുള്ള അർഹതയില്ല. അറിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഒരു തെറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. വലിയ സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് അസ്തമിച്ചു. അതെ അതെ അതെ, വിവാഹം വരെ ഉറപ്പിച്ചിരുന്ന ഒരു സമയമായിരുന്നു. വിവാഹ വസ്ത്രത്തിന്റെ കളർ വരെ എന്റെ മകള് തീരുമാനിച്ചിരുന്ന ഒരവസരത്തിലാണ്. ഇന്നത്തെ വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട് എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. കാരണം അത്രയും കഠിനമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ വിധിയിൽ പൂർണ്ണത ഉള്ളതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടുതൽ ശിക്ഷ ലഭിക്കുന്നതിന് ആവശ്യമായിട്ട് വേണ്ടി ഞങ്ങളുടെ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ചിട്ട് മേൽക്കോടതികൾ ഞങ്ങൾ സമീപിക്കും. അത് ഞങ്ങളുടെ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ കോടതിയിൽ പ്രോസിക്യൂട്ടർ പ്രധാനമായും ശിക്ഷാവിധിയിൽ വാദിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ടുകൊണ്ട് വധശിക്ഷ എന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ കുറഞ്ഞതൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതുണ്ടായിട്ടില്ല. കുടുംബവും അങ്ങനെ ഒരു സ്റ്റാൻഡിൽ തന്നെ ആയിരുന്നു. അപൂർവമായിട്ട് കേസായിട്ട് തന്നെ ആണ് നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിന് ആധാരമായിട്ടുള്ള എല്ലാ തെളിവുകളും കോടതിയിലുണ്ടായിരുന്നു. കാരണം 10 വകുപ്പുകളും സംശയാതീതമായ രീതിയിൽ തെളിയിക്കുന്നതിന് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർക്കും അതിൻ്റെ രേഖകൾക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതിന് സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അപൂർവമായ കേസായിട്ട് തന്നെ പരിഗണിക്കേണ്ടതായിരുന്നു എന്നാണ് പൊതുസമൂഹത്തോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ജയിലിൽ പോയാൽ ഇവർക്കൊക്കെ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ അവിടെ അങ്ങനെ കിടന്ന് വിലസാന്നല്ലാതെ വേറെ ഒന്നും നടക്കണില്ല. ഈ പെൺകുട്ടി അനുഭവിച്ച വേദന ഇവൻ അറിയില്ല.
ഇവൻ കോടതിയിൽ പറഞ്ഞതാണ്, എനിക്ക് പ്രായശ്ചിത്തമുണ്ട്, എനിക്ക് നോക്കാൻ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, എന്നോട് കരുണ കാണിക്കണം, എന്നെ ശിക്ഷിക്കരുത്. ഇവൻക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ ആ പാവം പെൺകുട്ടിയുടെ ലൈഫ്? കല്യാണം ഉറപ്പിച്ചൊരു പെൺകുട്ടി, കല്യാണത്തിന് ഡ്രസ്സ് വരെ കരുതിയൊരു പെൺകുട്ടി, പാവം. നമുക്കതിൻ്റെ മുഖം കാണും. നമുക്ക് ഓർമ്മയില്ല, അത് 2003 മെയ് 10 ആ ഡോക്ടറെ ഒരു പുലർച്ചെ സമയത്ത് ഇവനെ പോലീസ് പിടിച്ചുകൊണ്ടായതാണ്, ഇവനെ മദ്യപിച്ച് എവിടേക്കോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്. ആ പെൺകുട്ടി അപ്പോൾ കരുതിയിട്ടും കൂടി ഇല്ല ഈ ആദ്യ പ്രതി. കാരണം ഡ്യൂട്ടി ഡോക്ടറല്ലേ, ചികിത്സിക്കണ്ടേ. ആ ചികിത്സക്കാർ അവിടുന്ന് കത്തറി ഇതൊക്കെ എടുത്തിട്ട് അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഈ പെൺകുട്ടി മരിച്ചു. ഇവൻക്ക് അതേപോലത്തെ വേദന അതാണ് കൊടുക്കണം, അല്ല ജീവപര്യന്തല്ല. ഇവനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ചെയ്തതുപോലത്തെ ഒരു പ്രതിക്രിയ അങ്ങോട്ട് ചെയ്യണം, എന്നിട്ട് ആ വേദന അനുഭവിക്കണം. അല്ലാതെ ജയിലിൽ കിടന്ന് ഇവൻ അവിടെ കുറേ പുസ്തകങ്ങൾ വായിച്ച് ഇവൻ മാനസിക രോഗിയാവാനൊക്കെ ശ്രമിച്ചു നോക്കി. ജയിലിലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് ഇവൻ എങ്ങനെ മാനസിക രോഗിയാവാന്നുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് അവിടുന്ന് നല്ല ജോലിയൊക്കെ ചെയ്ത അധ്യാപകനല്ല, നല്ല വിദ്യാഭ്യാസമുള്ളവനാണല്ലോ, നല്ല ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും, ഇവൻ അവിടുത്തെ ഒരു നല്ല പൊസിഷനിൽ. അതിൽ ഇവൻ്റെ നല്ല സ്വഭാവം പരിഗണിച്ചിട്ട് ഇവനെ വേഗത്തിൽ ഇവൻക്ക് പരോളുണ്ടാവും, ഇടക്കിടക്ക് പുറത്തിറങ്ങും. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇവൻക്ക് ശരിക്കും കിട്ടേണ്ടത് ഇതേപോലെ ഇവനെ വേദനിപ്പിക്കും. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഇതേ പൊസിഷനും ആ അമ്മയുടെ വികാരത്തിനൊപ്പമാണ് ഞാൻ, ആ കുടുംബത്തിൻ്റെ വേദനക്കൊപ്പമാണ് ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികളുടെ ഖുർആൻ പാരായണ മത്സരമുണ്ട്, കുറച്ചും കൂടി ഉണ്ട് നമുക്ക് കൊടുക്കാൻ. ഇൻഷാ അല്ലാഹ് ഇതും കൂടി കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്കതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാം. وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر فإذا نقر في الناقور فذلك يومئذ يوم عسير على الكافرين غير يسير ذرني ومن خلقت وحيدا فجعلت له مالا ممدودا وبنين شهودا ومهدت له تمهيدا ثم يطمع أن أزيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فتور ثم ارجع البصر قرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا
അപ്പോൾ ഈ കുട്ടികളുടെ ഖുർആൻ പാരായണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.